ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം. മുസ്ലിം സമുദായത്തിൽ ഐക്യം നിലനിർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് റമദാൻ വിചാരത്തിൻ്റെ മുൻപുള്ള 2 എപ്പിസോഡുകളിൽ വിവരിച്ചിരുന്നു. അത്രയും ഗൗരവതരമായ വിഷയമായതിനാൽ അതിൻ്റെ മറ്റൊരു വശമാണ് ഇത്തവണ ചർച്ച ചെയ്യുന്നത്. ഭിന്നാഭിപ്രായങ്ങൾ സ്വാഭാവികമാണ്. മുസ്ലിം ഉമ്മത്തിൻ്റെ കാര്യത്തിലും ഇത് ബാധകമാണ്. അതുകൊണ്ടാണ് വ്യത്യസ്തങ്ങളായ കർമ്മശാസ്ത്ര സരണികൾ ഉടലെടുത്തത്. പ്രവാചക ശിഷ്യന്മാരിലെ പ്രമുഖർക്കിടയിൽ പോലും ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്നിരുന്നതായി നമുക്കറിയാം. പ്രശ്നം അതല്ല, ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ അവരെങ്ങനെ നോക്കിക്കണ്ടിരുന്നു, കൈകാര്യം ചെയ്തിരുന്നു എന്നതാണ് പ്രധാനം. ഈ ഉമ്മത്തിനെ മുസ്ലിം എന്ന് നാമകരണം ചെയ്തത് നാഥനായ അള്ളാഹുവാണ്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ. അള്ളാഹു നിങ്ങളെ മുസ്ലിങ്ങളെന്ന് വിളിച്ചിരിക്കുന്നു, ഇതിനു മുമ്പും ഈ ഖുർആനിലും. ആരാണ് മുസ്ലിം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ സ്വല്ല സ്വലാത്തന വസ്തഖ്ബൽ ഖിബ്ലതന വഉകുൽ റബീഹതന ഫദാലിക്കൽ മുസ്ലിം. ആര് നമ്മുടെ നമസ്കാരം നമസ്കരിച്ചുവോ, നമ്മുടെ കിബിലയെ കിബിലയായി സ്വീകരിച്ചുവോ, നമ്മൾ അറുത്തതിനെ ഭക്ഷിച്ചുവോ, അവനാണ് മുസ്ലിം. സത്യവിശ്വാസികൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നു. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ അത് അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും മടക്കുക. മുസ്ലിങ്ങൾക്കിടയിൽ ആചാരാനുഷ്ഠാനങ്ങളുമായും മറ്റു കാര്യങ്ങളുമായും ബന്ധപ്പെട്ട് ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഇക്കാലത്തു മാത്രമായി പുതുതായി ഉണ്ടായതല്ല. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളെ അവർ കൈകാര്യം ചെയ്തിരുന്ന രീതി പരസ്പരാദരവും അന്യോന്യ ബഹുമാനവും നിലനിർത്തിയുമായിരുന്നു. ഇന്നത്തെ പോലെ ഖുറാഫികൾ, ബിദീകൾ, വഹാബികൾ, ഖുബൂരികൾ, ജിന്നൂരികൾ, മൗദൂദികൾ തുടങ്ങി പരസ്പരം ആരോപിക്കുന്ന പരിഹാസ പദങ്ങൾ എത്രമാത്രം അപഹാസ്യമാണെന്ന് ആലോചിച്ചു നോക്കൂ. പ്രമുഖ സ്വഹാബി വര്യന്മാരായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ ചില കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായങ്ങൾ പുലർത്തിയിരുന്നു. അതിലൊന്നായിരുന്നു പ്രവാചകന്റെ അനന്തരാധികാരിയായി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായതോടെ സക്കാത്ത് നിഷേധികൾക്കെതിരെ സ്വീകരിച്ച നിലപാട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചവരോട് യുദ്ധം പാടില്ലെന്നായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം. പക്ഷേ നമസ്കാരത്തിനും സക്കാത്തിനുമിടയിൽ വ്യത്യാസം കൽപ്പിക്കുന്നവരോട് സന്ധിയില്ലെന്നായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിലപാട്. അള്ളാഹുവിൻ്റെ റസൂലിന് നൽകിയിരുന്നതിൽ നിന്ന് ഒരു ഒട്ടകക്കയർ കുറഞ്ഞാൽ പോലും അത് പിടിച്ചെടുക്കാനായി താൻ യുദ്ധം ചെയ്യുമെന്നാണ് സൗമ്യതയുടെ പ്രതിരൂപമായി അറിയപ്പെട്ടിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്. അതേപോലെ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ സേനാനായക സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിലും ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അതിർത്തിയിലേക്ക് സൈന്യത്തെ അയക്കുന്നതിലും ഈ സ്വഹാബി പ്രമുഖർ ഭിന്ന നിലപാടുകൾ ഉള്ളവരായിരുന്നു. അത്തരത്തിൽ വീക്ഷണ വ്യത്യാസം ഉണ്ടായിരുന്നിട്ടും ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിലെ ഒരു സൈനികനായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഭരണകാര്യത്തിൽ ഖലീഫയെ സഹായിക്കാനായി മദീനയിൽ നിർത്തണമെന്ന ആവശ്യം സേനാനായകനായ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു അനുമതി നേടി. അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഗാവസ്ഥയിലായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. നേരത്തെ സൂചിപ്പിച്ച 3 കാര്യങ്ങളിലും നിലപാടിൽ മാറ്റമുണ്ടോ എന്ന് അന്വേഷിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അതുതന്നെയാണ് ഇപ്പോഴും തൻ്റെ അഭിപ്രായം എന്നറിയിച്ചു. പിന്നീട് സംഭവിച്ചതാണ് ചരിത്രത്തിലെ അതുല്യമായ മാതൃക. തൻ്റെ ഉത്തരാധികാരിയായി തനിക്കു ശേഷമുള്ള ഖലീഫയായി ഉമർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവും സ്വഹാബി വര്യനായിരുന്ന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ
100ഓളം കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. നമസ്കാരം ജമാക്കൽ, ഇമാം ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ മാമും ഫാത്തിഹ ഓതണമോ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ അവർക്കിടയിൽ വീക്ഷണ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലെ ജഡ്ജിയും ബൈത്തുൽ മാലിൻ്റെ അധികാരിയുമാക്കി നിയമിക്കുകയാണ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആകട്ടെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അറിവും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ അറിവും ഒരു തുലാസിൽ വെച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ തട്ടാണ് താനിരിക്കുക എന്നാണ് പറഞ്ഞത്. വീക്ഷണ വ്യത്യാസങ്ങൾ നിലനിൽക്കെ അവർ പരസ്പരം പുലർത്തിയ ബന്ധം അങ്ങനെയായിരുന്നു. സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് സുന്നത്താണെന്ന വീക്ഷണമുള്ള ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഖുനൂത്ത് സുന്നത്തില്ലെന്ന് അഭിപ്രായപ്പെട്ടിരുന്ന ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെ ഖബറടക്കിയ ബാഗ്ദാദിലെത്തിയപ്പോൾ അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം സുബഹി നമസ്കാരത്തിലെ ഖുനൂത്ത് ഒഴിവാക്കിയെന്ന ചരിത്രം നാം കേട്ടിട്ടുണ്ട്. ഷാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ ഹനഫി മദ്ഹബിലെ പ്രാമാണിക പണ്ഡിതനാണ് ഇമാം അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി. ഹിജാമ ചെയ്താൽ ഉളൂ മുറിയുമെന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഖലീഫ ഹാറൂൺ റഷീദ് ആവട്ടെ ഉളൂ മുറിയില്ല എന്ന അഭിപ്രായക്കാരനും. ഹിജാമ ചെയ്ത ശേഷം വീണ്ടും ഉളൂ എടുക്കാതെ നമസ്കരിച്ച ഖലീഫയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്നതിന് ഇമാം അബൂ യൂസുഫിന് തൻ്റെ വീക്ഷണം തടസ്സമായില്ല. ഇതെല്ലാം ഇത്രയും വിശദമായി പ്രതിപാദിച്ചത് വീക്ഷണ വ്യത്യാസങ്ങളിൽ പൂർവ്വസൂരികളും ഇപ്പോഴത്തെ മുസ്ലിം സംഘടനാ നേതാക്കളും പണ്ഡിതന്മാരുമെല്ലാം തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം ചൂണ്ടിക്കാണിക്കാനാണ്. വിയോജിപ്പുകൾക്കും വീക്ഷണ വൈവിധ്യങ്ങൾക്കും ഇടയിലും മുൻഗാമികൾ പരസ്പരം പുലർത്തിയിരുന്ന ആദരവും പരസ്പര ബഹുമാനവും മാതൃകാപരമാണ്. ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ മതരംഗം ഇക്കാര്യത്തിൽ ഇന്ന് വളരെയധികം ജീർണ സ്വഭാവം കൈവരിച്ച ഒന്നായി മാറിയിരിക്കുന്നു. സൗഹൃദ ഇഫ്താറുകളിലെ ആത്മാർത്ഥതയില്ലാത്തതും തൊലിപ്പുറമേയുള്ളതുമായ വാചാടോപങ്ങൾ കൊണ്ട് മൂടി വയ്ക്കാവുന്നതല്ല മുസ്ലിം സംഘടനകൾക്കിടയിലെ അനാരോഗ്യകരവും അനിസ്ലാമികവുമായ പരസ്പരമുള്ള വിഴുപ്പലക്കലുകൾ. ആഗോളതലത്തിൽ തന്നെ മുസ്ലിം വിരുദ്ധ ശക്തികൾ ഒന്നിക്കുകയും അവർ മുസ്ലിങ്ങൾക്കും മുസ്ലിം രാഷ്ട്രങ്ങൾക്കും മേൽ കൊടിയ യുദ്ധങ്ങളും കൂട്ടക്കുരുതികളും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമകാലിക സന്ദർഭത്തിൽ മുസ്ലിം ലോകത്ത് മുമ്പെന്നത്തേക്കാളും ഐക്യം പ്രകടമാവേണ്ട ഘട്ടമാണ് ഇന്ന്. റമദാനിൻ്റെ പവിത്രമായ രാപകലുകളിൽ പോലും സയനിസ്റ്റ് സാമ്രാജ്യത്വ അധിനിവേശ ശക്തികളുടെ നെറികെട്ട ആക്രമണം ഫലസ്തീനിലും ഇറാനിലും ലബനാനിലും യമനിലുമെല്ലാം നാശം വിതയ്ക്കുമ്പോഴും അതിനെതിരെ ധീരോദാത്തമായി ചെറുത്തു നിൽക്കുന്ന പോരാളികളെ അംഗീകരിക്കാതിരിക്കാനും അവരുടെ രക്തസാക്ഷിത്വത്തെ അനാദരിക്കാനും മാത്രം സങ്കുചിതത്വവും സംഘടനാ അന്ധതയും ബാധിച്ചവർ നമ്മുടെ നാട്ടിലുമുണ്ട് എന്നത് ഖേദകരമാണ്. ബൈത്തുൽ മുഖദ്ദിസിൽ ജൂതന്മാർ കയറി നിരങ്ങിയാലും വേണ്ടില്ല, ഖുദ്സ് ഹമാസിൻ്റെ നിയന്ത്രണത്തിൽ വരരുത് എന്ന് ആവേശം കൊള്ളുന്ന മൗലവിമാരും ശത്രുവിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഇറാനിലെ നേതാക്കൾ ഷിയാക്കളാണ് എന്നതിനാൽ അത് രക്തസാക്ഷിത്വമല്ല എന്ന് ഫത്വ ഇറക്കുന്നവരും നമ്മുടെ മൂക്കിനു മുന്നിലുള്ളവരാണ്. ഇന്ത്യയിലെ വർത്തമാന മുസ്ലിം അവസ്ഥയോടുള്ള പ്രതികരണങ്ങളിലും ഇപ്പറഞ്ഞ കൂട്ടർക്ക് ഇതേ സമീപനമാണുള്ളത് എന്ന് കാണാം. റമദാനിൽ മാത്രം നോമ്പുകാരായ മുസ്ലിങ്ങൾ നമ്മുടെ രാജ്യത്ത് അടിച്ചു കൊല്ലപ്പെട്ട സംഭവങ്ങൾ നമുക്കറിയാം. കുറേ കാലമായി ആൾക്കൂട്ടക്കൊലകൾ എന്ന പേരിൽ അരങ്ങേറുന്ന വംശഹത്യ കൊലകളും പശുവിൻ്റെ പേരിലുള്ള കൊലകളും മുസ്ലിം പള്ളികൾക്കെതിരായ കയ്യേറ്റങ്ങളും ബുൾഡോസർ രാജും എല്ലാം രാജ്യത്ത് നിരന്തരം നടമാടുന്നുണ്ട്. തങ്ങളുടെ നാഥൻ അള്ളാഹുവാണെന്ന് വിശ്വസിക്കുന്നു എന്ന ഒറ്റ കാരണത്താലാണ് അവർ സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതും. അതിനർത്ഥം മുസ്ലിങ്ങൾ അസ്തിത്വപരമായും ആദർശപരമായും വെല്ലുവിളികൾ നേരിടുന്നു എന്നു തന്നെയാണ്. സാമൂഹിക നീതിക്ക് വേണ്ടി സംസാരിക്കുകയും ദുർബല വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനായി കർമ്മരംഗത്ത് അടിയുറച്ചു നിൽക്കുകയും ചെയ്തതിൻ്റെ പേരിൽ തടവറകൾ പുൽകിയവരുണ്ട്. ഭരണകൂട വേട്ടയുടെ ഭാഗമായാണ് അത്. കാരാഗൃഹവാസത്തിനിടയിലും
രോഗത്തോട് മല്ലടിക്കുന്നവരുണ്ട് അക്കൂട്ടത്തിൽ. നിരപരാധികളായ നിരവധി പേർ അന്യായമായി തടവറകളിൽ തങ്ങളുടെ ജീവിതം തള്ളി നീക്കുന്നുണ്ട്. മർദ്ദിതർ എന്ന നിലയിൽ അവരോട് അനുതാപം പ്രകടിപ്പിക്കുകയോ അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാവാക്യം പോലും ഉരുവിടുകയോ ചെയ്യുന്നില്ലെന്നത് പോകട്ടെ, രോഗാവസ്ഥയിൽ പോലും അവരെ ഇകഴ്ത്താനും പരിഹസിക്കാനും മടിയില്ലാത്തവരെയും നാം സമൂഹത്തിൽ കാണുന്നു. ഇവിടെയാണ് പ്രിയമുള്ളവരെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഏകതാ സങ്കല്പത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഗുണകാംക്ഷയുടെയും പ്രാധാന്യം നാം തിരിച്ചറിയേണ്ടത്. ഫലസ്തീനിൻ്റെയും ഇറാൻ്റെയും കാര്യത്തിൽ മുസ്ലിം രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്നവർ കൈക്കൊള്ളുന്ന മൗനത്തിനും ഇരട്ടത്താപ്പിനും സമാനമാണ് വർത്തമാന ഇന്ത്യയിലെ മുസ്ലിം പതിതാവസ്ഥയിലും വസ്തുതകളെ കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മുടെ നാട്ടിലെ സംഘടനാ നേതാക്കളുടെ അവസ്ഥയും. എന്നാൽ വിവേകത്തിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ചേർത്തു നിർത്തലിൻ്റെയും ഒക്കെ ശബ്ദങ്ങൾ സമുദായത്തിൽ നിശേഷം നിലച്ചു പോയിട്ടില്ല എന്ന് വിലയിരുത്താവുന്ന അപൂർവം പ്രതികരണങ്ങളെങ്കിലും നമ്മൾ കാണുന്നുണ്ട്. അത് തികച്ചും ആശ്വാസകരം തന്നെയാണ് എന്നത് വിസ്മരിച്ചുകൂടാ. മുസ്ലിം ഉമ്മത്തിൽ ഭിന്നവീക്ഷണങ്ങൾ എക്കാലവും ഉണ്ടാകും, അതൊരു കുഴപ്പമല്ല. പക്ഷേ വിയോജിപ്പിൻ്റെ രീതിശാസ്ത്രം ഇസ്ലാമികമായിരിക്കണം. ഉമ്മത്തൻ വസത്തൻ അഥവാ മധ്യമ സമുദായം, ഖൈറു ഉമ്മത്ത് അഥവാ ഉത്തമ സമുദായം എന്നതൊക്കെയാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ സവിശേഷത. ജീർണതയുടെയും തീവ്രതയുടെയും രണ്ടറ്റങ്ങളിലേക്ക് പോകാതെ ഇസ്ലാമിൻ്റെ മൗലിക പ്രമാണങ്ങളിൽ അടിയുറച്ചു നിന്ന് ഉമ്മത്ത് മുസ്ലിമയുടെ ഐക്യം വീണ്ടെടുക്കാനാവണം ഉത്തരവാദിത്വ ബോധമുള്ള ഉലമാക്കളുടെയും ഉമറാക്കളുടെയും പരിശ്രമങ്ങൾ. നാടിനും ജനതയ്ക്കും സമുദായത്തിനും അതായിരിക്കും ഗുണകരം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.